ഹരേ കൃഷ്ണ. ഇന്ന് ഗുരുവായൂർ ശ്രീലകത്ത് കളഭാഭിഷേകത്തിൻ്റെ അലങ്കാരം എന്ന് പറയുന്നത് കേവലം ഒന്നേകാലോ വയസ്സ് മാത്രം പ്രായമുള്ള ഇരിക്കാൻ പ്രായമായ ഒരു കുഞ്ഞുണ്ണി കണ്ണൻ്റെ അതീവ മനോഹരമായ ഭാവത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ശ്രീലകത്ത് വിളങ്ങുന്ന ആ പൊന്നുണ്ണിയുടെ അലങ്കാരം തൻ്റെ ഇടത്തെ കാല് മടക്കാതെ നേരെ നീട്ടി വച്ചിരിക്കുകയാണ്. വലതേ കാല് ചെറുതായി ഇങ്ങനെ കുന്തിച്ച് പിടിച്ച് ചാരി ഇരിക്കുകയാണ്. മൃദുലമായ ആ രണ്ട് കുഞ്ഞിക്കാലുകളിലും പൊൻതളകൾ അണിഞ്ഞിട്ടുണ്ട്. കുഞ്ഞു വയറിനോട് ചേർന്ന് പറ്റിപ്പിടിച്ചു കിടക്കുന്ന ചെറിയൊരു വട്ടുകോണകളാണ് കണ്ണനെ ചാർത്തിയിട്ടുള്ളത്. കഴുത്തിൽ വളയം പോലുള്ള കുഞ്ഞു മണിമാലകളും കയ്യിൽ കൈവളകളും തോൾവളകളും അണിഞ്ഞ് അതീവ കൗതുകത്തോടെയാണ് ഉണ്ണിദർശനം നൽകിയത്. കണ്ണൻ്റെ വലത് കയ്യിൽ ഒരു കുഞ്ഞു വെണ്ണയുണ്ട്. ആ വെണ്ണ കഴിക്കാനായി വായിലേക്ക് കൊണ്ടുപോകുന്ന ഭാവത്തിലാണ് കയ്യിൽ ഇരിക്കുന്നത്. ഇടത് കയ്യിലാവട്ടെ കുഞ്ഞു പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. നെറ്റിയിലും ഇരു ചെവികളിലും ഗോപീതിലകം ചാർത്തിയിരിക്കുന്നു. കവിളുകൾ ചെറുതായി വീർപ്പിച്ച് ചുണ്ടിൽ അതീവ മനോഹരമായിട്ടുള്ള മന്ദഹാസത്തോടെ ആണ് പൊന്നുണ്ണി വിരാജിച്ചിരിക്കുന്നത്. ഈ ഒരു അലങ്കാരം എന്ന് പറയുന്നത് ഭക്തർക്ക് ആനന്ദമേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. തിരുമുടിയിൽ കിരീടത്തിന് പകരം 3 മയിൽപ്പീലികളാണ് ചാർത്തിയിട്ടുള്ളത്. ആ മയിൽപ്പീലികൾക്ക് ചുറ്റും 2 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് തെച്ചിപ്പൂവും വെളുത്ത പൂവും കലർന്നതും മറ്റൊന്ന് വെളുത്ത പൂവ് മാത്രം ചേർത്ത് ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മാലയുമാണ്. കഴുത്തിൽ താമരപ്പൂവ് കൊണ്ടുള്ള ഒരു ഉണ്ടമാലയുണ്ട്. പിന്നെ വെളുത്ത പൂവും തുളസിയും കൊണ്ട് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു മാലയും കൂടി ഭഗവാന് ചാർത്തിയിട്ടുണ്ട്. കൂടാതെ ശ്രീലകത്തിന് മുകളിലായിട്ട് വിധാനായിട്ട് താമര, തുളസി, തെച്ചി, വെളുത്ത പൂക്കൾ എന്നിവ ഇങ്ങനെ മാറി മാറി ചേർത്ത് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള 5-6ഓളം വലിയ ഉണ്ടമാലകളും തൂക്കിയിട്ടുണ്ട്. ഇരിക്കാൻ പ്രായമായ ഒരു ഉണ്ണിയുടെ ഭാവത്തിലുള്ള ഈ അലങ്കാരം എന്ന് പറയുന്നത് നമ്മളിലെല്ലാവരിലും വാത്സല്യഭാവം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ്. ഭഗവാനെ ഒരു ചെറിയ കുഞ്ഞായി കണ്ട് നെഞ്ചോട് ചേർക്കാൻ തോന്നുന്ന ഭാവം. ഈശ്വരനെ ഭയത്തോടെയല്ല, മറിച്ച് അത്യഗാധമായ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും സമീപിക്കാം എന്നുള്ള സത്യത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ കയ്യിലെ വെണ്ണ ഭക്തൻ്റെ ശുദ്ധമായ ഹൃദയത്തെയും ഭക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത്. പാൽ കടഞ്ഞ് വെണ്ണ രൂപപ്പെടുന്നത് പോലെ നിരന്തരമായ നാമജപത്താലും ഈശ്വര ചിന്തകളാലും സംശുദ്ധമാക്കപ്പെട്ട ഭക്തൻ്റെ മനസ്സാകുന്ന വെണ്ണ ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നിഷ്കളങ്കനായ കുഞ്ഞിൻ്റെ കയ്യിലെ ഓടക്കുഴൽ പൂർണ്ണമായ ശരണാഗതിയുടെ പ്രതീകമാണ്. ഉള്ളിൽ അഹംഭാവത്തിൻ്റെ കറകളൊന്നുമില്ലാതെ ശൂന്യമായിരിക്കുന്ന മനസ്സിന് മാത്രമേ ഭഗവാന് തൻ്റെ ദിവ്യസംഗീതം ഒഴുക്കിന് ഓടക്കുഴലായി മാറ്റാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇത് പറഞ്ഞു തരുന്നത്. കിരീടത്തിൻ്റെ ആഡംബരമൊന്നുമില്ലാതെ പ്രകൃതിയുടെ സുന്ദരമായ 3 മയിൽപ്പീലികൾ മാത്രം ചൂടി ഭഗവാൻ ലളിതമായ രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ലളിതമായ ഭക്തിയിലാണ് താൻ പ്രീതനാകുന്നത് എന്ന് കാണിച്ചു തരികയാണ്. 3 പീലികൾ പ്രകൃതിയുടെ സത്വ രജസ് തമോ ഗുണങ്ങളുടെ നിയന്ത്രണം ഭഗവാന്റെ കയ്യിലാണ് എന്നുള്ളത് കാണിച്ചു തരികയാണ്. ഭഗവാനെ കാണുന്ന ആ നിമിഷത്ത് തന്നെ വാരിയെടുക്കാൻ തോന്നുന്ന അത്രയും കൗതുകമുണർത്തുന്ന പൊന്നുണ്ണിയുടെ രൂപം എല്ലാവർക്കും പരമാനന്ദവും ശാന്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവവും ആ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നാരായണ നാമം ജപിക്കാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.